ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ കയ്യിൽ ഫാസ്ട്രാഗിൻ്റെ ഒരു പുതിയ വാച്ച് ലോഞ്ച് ആയിട്ടുണ്ട്, ഗാംബിറ്റ് എന്ന് പറഞ്ഞിട്ട്. അതിനെക്കുറിച്ച് പറയാനാണ് വന്നത്. ഇത് ഫാസ്ട്രാഗിൻ്റെ ഫസ്റ്റ് 3 മോട്ടോഴ്സ് വരുന്ന വാച്ചാണ്. മൈക്രോ മോട്ടോഴ്സ് എന്നാണ് അതിന് പറയുന്നത്. ഇത് പ്രൈസ് വന്നിട്ട് 6795 ആണ് വരുന്നത്. ഇതിന് മൊത്തം 4 ഷെയ്ഡ്സ് അവൈലബിൾ ആണ്. ബ്ലൂ, കോപ്പർ, ബ്ലാക്ക് മെറ്റൽ, 2 ലെതർ, ഇങ്ങനെയാണ് വരുന്നത്. ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കാം. ഇപ്പോൾ ഞാൻ വാങ്ങിയത് ലെതറാണ്. അത്യാവശ്യം നല്ല പ്രീമിയം ലുക്ക് വരുന്ന മോഡലാണ്. ലെതർ വന്നിട്ട് ബ്രൗണും ഡയൽ വന്നിട്ട് ബ്ലാക്കിനകത്ത് വൈറ്റ്. 3 മോട്ടോഴ്സ് വരുമ്പോൾ ഈ 3 ഡയൽസും മോട്ടോഴ്സിലാണ് വർക്ക് ചെയ്യുന്നത്. അത്യാവശ്യം നല്ല ലുക്കുണ്ട് കാണാൻ, നല്ല പ്രീമിയം പീസാണ്. ഫാസ്ട്രാഗിൻ്റെ ഫസ്റ്റ് മോഡലാണ് മൈക്രോ മോട്ടോഴ്സ് എന്ന് വരുന്ന മോഡൽസ്. വേറൊരു വാച്ചിലും ഇതിനൊക്കെ മൈക്രോ മോട്ടോഴ്സ് വന്നിട്ടില്ല. ഇതിൻ്റെ അകത്ത് ഇൻസ്ട്രക്ഷൻ മാനുവൽ ഇതിനകത്ത് തന്നെ വച്ചിട്ടുണ്ട്. നമുക്ക് വാച്ച് ടൈമൊക്കെ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് അതിൻ്റെ ഡീറ്റെയിൽസാണ് ഇതിൽ വന്നിട്ടുള്ളത്. ഇതാണ് മൈക്രോ മോട്ടോഴ്സ് എന്ന് പറയുന്നത്. മൈക്രോസ് മോട്ടോഴ്സ് വാച്ച് എങ്ങനെയാണ് ടൈം സെറ്റ് ചെയ്യുന്നതൊക്കെ ഉണ്ട്. ഇത് ഫസ്റ്റത്തെ 2H ബട്ടൺ എന്ന് പറയുന്നത്, 4H ബട്ടൺ എന്ന് പറയുന്നുണ്ട്. ഇതെങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് ടൈം സെറ്റ് ചെയ്യുന്നത് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാമാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. ഡേറ്റും ഉണ്ട്. 1 മിനിറ്റ്, 1 അവർ ഹാൻഡും ആണ്, 1 ഡേറ്റ് ആണ്. ഓക്കെ, അപ്പം ഇതാണ് ആ വാച്ച്. കയ്യിൽ കെട്ടി നോക്കട്ടെ ആദ്യം. വാച്ചും കൈ കെട്ടി അത്യാവശ്യം സൈസും ഉണ്ട്. വാച്ച് കാണാനും ലുക്കുണ്ട്. പ്രത്യേകിച്ച് വൈറ്റ്, ബ്രൗൺ, ബ്ലാക്ക് കോംബോ. ഇതിൽ 3 ഡയൽസിൽ 1 അവർ ഹാൻഡ് വരുന്നുണ്ട്, 1 ഡേറ്റ് വരുന്നുണ്ട്, 1 മിനിറ്റ്. നമുക്കതുപോലെ ക്രൗൺ ബട്ടൺ ഇവിടെ ഇല്ല, കാരണം 3 മോട്ടോഴ്സ് മൈക്രോ മോട്ടോഴ്സ് വരുന്ന വാച്ചായതുകൊണ്ട് ഇതിന് ക്രൗൺ ബട്ടൺ ഇവിടെ ഇല്ല. അതിന് പകരം ഈ 2 ബട്ടണിലാണ് നമുക്ക് ടൈം സെറ്റ് ചെയ്യേണ്ടത്. ഇത് 2H ബട്ടൺ, ഇത് 4H ബട്ടൺ എന്നാണ് പറയുന്നത്. നമുക്ക് ടൈം സെറ്റ് ചെയ്യാൻ എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം ഇത് കഴിഞ്ഞിട്ട്. അത്യാവശ്യം നല്ല പ്രീമിയം ലുക്കുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു വാച്ച്. അപ്പോൾ നമുക്കിതിൽ ടൈം സെറ്റ് ചെയ്യാനാണെങ്കിൽ ആദ്യം ഈ 2 ബട്ടൺസ് ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്യുകയല്ലോ ഒന്ന്. അപ്പോൾ ഇതിങ്ങനെ റൊട്ടേറ്റ് ആവും. ഓക്കെ, ഇതിപ്പം 360 ഡിഗ്രി ക്ലോക്ക് വൈസ് ആണ് റൊട്ടേറ്റ് ആയത്. ക്ലോക്ക് വൈസ് ആകുമ്പോഴത്തേക്ക് രാവിലത്തെ സമയമാണ്. തിരിച്ച് ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ അത് PM ആണ് ടൈം ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നത് കാരണം ടൈം അറിയാൻ വേണ്ടിയാണ്. EM ടൈം PM ആണോ AM ആണോ എന്ന് അറിയാൻ വേണ്ടിയാണ് ആ ഒരു റൊട്ടേഷൻ വന്നിട്ടുള്ളത്. അല്ലെങ്കിൽ നമ്മൾ ടൈം സെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇപ്പോഴത്തെ സമയം PM-ഉം വാച്ചിലെ സമയം AM-ഉം ആയിപ്പോവും. ഓക്കെ, അപ്പോൾ ടൈം സെറ്റ് ചെയ്യാൻ വേണ്ടി ആദ്യം ചെയ്യേണ്ടത് ഇത് ലോങ് പ്രസ് ചെയ്യുക. ലോങ് പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. അതിനുശേഷം ഈ ബട്ടൺ 2H ബട്ടൺ ജസ്റ്റ് ഇങ്ങനെ ലോങ് പ്രസ് ചെയ്യുക. അപ്പം അവർ ഹാൻഡും മിനിറ്റ് ഹാൻഡും ഇതുപോലെ റൊട്ടേറ്റ് ആവും. ടൈം സെറ്റ് ചെയ്യണം നമ്മൾ ഏതാണെന്ന് വെച്ചാൽ ഇതിനൊക്കെ പ്രസ് ചെയ്തിട്ടുണ്ടെന്നാൽ ഈ ടൈം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. ഇതിപ്പം രാവിലെയാണ്, രാവിലത്തെ സമയം ഇങ്ങനെ പോയി ഉച്ചയായി. ഉച്ചയ്ക്ക് 1 മണി, 2 മണി ആവാൻ പോകുന്നു. ഇത് തന്നെ മിനിറ്റ് പൊയ്ക്കൊണ്ടിരിക്കും. അത് 3 മണിയാവുന്നു. 3 ആകുമ്പോൾ ഇവിടെ 3 ആവും. അപ്പോൾ നമുക്ക് 6 മണിയാണ് സെറ്റ് ചെയ്യുന്നതെങ്കിൽ ജസ്റ്റ് 6ൻ്റെ അവിടെ ഇങ്ങനെ കൊണ്ടുവരിക. ഇപ്പോൾ നേരെ വരുന്ന 6ൻ്റെ അവിടെ നിൽക്കുമ്പോഴത്തേക്ക് നമ്മൾ ഇവിടെ എത്തിയിട്ടൊന്ന് സ്റ്റോപ്പ് ചെയ്യുക. എന്നിട്ട് ഈ മുകളിലത്തെ ഈ ഒരു ബട്ടൺ ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്ത് കറക്റ്റ് ഇങ്ങനെ വെച്ചാൽ നമുക്ക് കറക്റ്റ് 6 മണി സെറ്റ് ചെയ്യാൻ പറ്റും. ഡേറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടി ഇന്നത്തെ ഡേറ്റ് 31 കരുതുക. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് നമുക്ക് 31 കൊണ്ടുവയ്ക്കാൻ പറ്റും. അത് ജസ്റ്റ് താഴത്തെ ഈ ഒരു ബട്ടൺ ഇങ്ങനെ പ്രസ് ചെയ്ത് 31 കൊണ്ട് വയ്ക്കുക. അതിനുശേഷം ഒന്ന് ലോങ് പ്രസ് ചെയ്ത് നോക്കുക. അപ്പോൾ തിരിച്ച് കറങ്ങി വൈകിട്ടത്തെ 6 മണിയാണ് ഇപ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഡേറ്റ് അവിടെ 31 വെച്ചേക്കുന്നത്. ഇപ്പം നമ്മൾ ആൻറ്റി ക്ലോക്ക് വൈസും ക്ലോക്ക് വൈസും ആണ് ഇതിൽ നമുക്ക് PM-ഉം AM-ഉം കണ്ടുപിടിക്കാൻ പറ്റുന്നത്. ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് പോകുന്നതെങ്കിൽ അത് PM ആയിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യും. ക്ലോക്ക് വൈസിലാണ് ഇത് റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ AM ആയിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യും. ഇത് മോട്ടോഴ്സ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഈ 2 ബട്ടണും കൊണ്ട് നമുക്കിത് ടൈം സെറ്റ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ നോർമൽ ക്രൗൺ ബട്ടൺ എടുത്ത് റൊട്ടേറ്റ് ചെയ്താൽ നോർമൽ ടൈം സെറ്റ് ചെയ്യാൻ പറ്റും. അത്യാവശ്യം നല്ല ലുക്കും ഉണ്ട്. പ്രീമിയം വാച്ചസുമാണ് ഇപ്പം ഫാസ്ട്രാഗ് കൊണ്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഫാസ്ട്രാഗിൻ്റെ സ്റ്റോഴ്സിലെല്ലാം ഇതിപ്പോൾ അവൈലബിൾ ആണ്.
അപ്പം ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഫാസ്ട്രാക്കുമായി ബന്ധപ്പെട്ട അവരതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം പറഞ്ഞു തരും. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ നമ്പർ ഇട്ടേക്കാം. സോ വാച്ചിൻ്റെ പ്രൈസ് വരുന്ന ഗൈസ്, ഇത് വന്നിട്ട് 6795. അതുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് 6995 വരുന്നുണ്ട് ലെതർ, 7395 വരുന്നുണ്ട്, 7695 വരുന്നുണ്ട്. 2 മോഡൽസ്, മൊത്തം 4 ഷെയ്ഡ്സ് ഉണ്ട്. സ്റ്റാർട്ടിങ് ചെയ്യണത് 6795 തൊട്ട് 7695 വരെയാണ് വരുന്നത്. അപ്പം ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പം പുതിയൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം ഗായ്സ്. അതുവരേക്കും ബൈ.